ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തലയണ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ്. പഞ്ഞി കൊണ്ടുള്ള തലയണയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തലയണയാണ് ഞാനിവിടെ വൃത്തിയാക്കി കാണിക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ നല്ലോണം തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനുള്ളിലുള്ള പഞ്ഞിയൊക്കെ നല്ലോണം കട്ട കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ നല്ല പോലെ വൃത്തിയാക്കി ഒരു പുതിയ തലയണ പോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് ഈ തലയണയുടെ ഒരു സൈഡിലുള്ള സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു തലയണയുടെ സൈഡിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കത്രിക വെച്ചിട്ട് വെട്ടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള പഞ്ഞിയൊക്കെ നല്ലോണം തന്നെ കട്ട കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറ് ഇതിൽ നിന്ന് ഊരി മാറ്റാം. ഇതിൻ്റെ പഞ്ഞിയും കവറും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ കവർ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കവർ മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഈ തലയണ കവർ അതിലേക്ക് നല്ലോണം മുക്കി വെക്കാം. ഇങ്ങനെ ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് വെക്കാം. ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ക്ലീൻ ചെയ്താലും മതി. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ തലയണ കവർ ഇതിലിങ്ങനെ മുക്കി വെക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇതിൽ അഴുക്കൊക്കെ നല്ലോണം തന്നെ ഇളകിയിട്ടുണ്ട്. ഈ തലയണ കവർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വെള്ളത്തിൽ നല്ലോണം അഴുക്കായിട്ടുണ്ട്. ഈ കവർ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പഞ്ഞിയും നല്ലോണം ഒന്ന് വെയിൽ കൊള്ളിക്കണം. നല്ല വെയിലത്ത് കുറച്ചധികം സമയം വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ നേരത്തെ ഉണക്കാനിട്ടിട്ടുള്ള തലയണ കവറാണ്. നല്ല പോലെ തന്നെ വെളുത്തിട്ടുണ്ട്. അഴുക്കൊക്കെ മുഴുവനായിട്ടും തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കാൻ വെച്ചിട്ടുള്ള ആ പഞ്ഞി എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അങ്ങ് എടുത്ത് ഈ കവറിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കരുത്. അതിന് പകരം ഇതേപോലെ പഞ്ഞി കുറച്ചായിട്ട് എടുത്തിട്ട് കൈകൊണ്ട് നല്ലവണ്ണം പിച്ചി ചെറുതാക്കിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ഈ പഞ്ഞി മുഴുവനായിട്ട് നമ്മൾ ഈ തലയണ ഉറയിലേക്ക് നിറയ്ക്കാനായിട്ട്. ഇത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കട്ട കുത്തിയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തലയണയൊക്കെ എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ കിട്ടും നമുക്ക്. ഈ കട്ട കുത്തിയിട്ടുണ്ടായിരുന്ന ഈ പഞ്ഞി മുഴുവനായിട്ടും ഈ തലയണ ഉറയിലേക്ക് ഇങ്ങനെ പിച്ചിയിട്ട് ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യം ഉണ്ടായതിനേക്കാളും ഇങ്ങനെ നല്ലോണം പൊങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഒന്നെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ പഞ്ഞി നല്ലോണം ഒന്ന് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം മെഷീനിൽ വെച്ചിട്ട് സുഖമായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഞാൻ മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. നല്ലോണം തന്നെ വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ പഞ്ഞി തലയണയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.